കുടുംബ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് സീരിയൽ സിനിമാ താരം ശ്രീലയ ജീവ. 3 മണി സീരിയലിലെ കുട്ടിമണി എന്ന് പറഞ്ഞാൽ സീരിയൽ പ്രേക്ഷകർക്ക് ശ്രീലയയെ പെട്ടെന്ന് പിടികിട്ടുക. അമ്മയുടെ സിനിമാ പാരമ്പര്യമാണ് ശ്രീലയയെയും ശ്രുതിലക്ഷ്മിയെയും അഭിനയത്തിലേക്ക് എത്തിച്ചത്. അഭിനയത്തിൽ സജീവമായിരുന്ന ശ്രീലയ വിവാഹശേഷമാണ് അഭിനയത്തിൽ നിന്നും മാറി നിന്നത്. 2021 നടിയുടെ വിവാഹം. ബഹ്റിനിൽ സെറ്റിൽഡായ റോബിനാണ് നടിയുടെ പങ്കാളി. ഇരുവർക്കും ഇപ്പോൾ മിൻസാര എന്നൊരു മകളുമുണ്ട്. കുവൈത്തിൽ എഞ്ചിനീയറായ നിവിൻ ചാക്കോയെയാണ് ശ്രീലയ ആദ്യം വിവാഹം ചെയ്തത്. 2017 ഇത്. പിന്നീട് ഇവർ വേർപിരിഞ്ഞു. ശേഷമാണ് റോബിൻ താരത്തിൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത്. കുറേ നാളുകൾക്ക് ശേഷം കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ ചാനലിനോട് സംസാരിക്കവേ ശ്രീലയ തൻ്റെ പുതിയ വിശേഷങ്ങൾ പങ്കുവച്ചു. ഒപ്പം അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നതിന് പിന്നിലെ കാരണവും വെളിപ്പെടുത്തി. എൻ്റെ കയ്യിൽ നിന്നും വഴക്ക് കേൾക്കുമെന്ന് തോന്നുമ്പോൾ 3 മണി സീരിയലിലെ കുട്ടിമണിയുടെ ഡയലോഗുകൾ മോള് പറയും. മകൾ 4.5 വയസ്സായി. ഒരു കുഞ്ഞ് മാത്രമേയുള്ളൂ. ഓണത്തിന് ഞാൻ നാട്ടിലുണ്ടാവുക. ഞാൻ 10ഓളം സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട്. 3ഓളം സിനിമകളിലും ചെയ്തിട്ടുണ്ട്. ഏകദേശ കണക്കാണിത്. എന്നിരുന്നാലും ഇപ്പോഴും കുട്ടിമണിയെ എന്ന് പറഞ്ഞാലാണ് ആളുകൾ സംസാരിക്കുക, സ്നേഹം പ്രകടിപ്പിക്കുന്നതും. ഞാൻ കുടുംബസമേതം ബഹറിൽ ആയതുകൊണ്ടാണ് നാട്ടിലെ പൊതുപരിപാടികളിലൊന്നും എന്നെ കാണാൻ കഴിയാത്തത്. വെക്കേഷൻ ആയതുകൊണ്ടാണ് നാട്ടിൽ വന്നത്. ജൂലൈ ആഗസ്റ്റ് അവിടെ സമ്മർ വെക്കേഷനാണ്. നിലവിൽ ഞാൻ ജോലിയൊന്നും ചെയ്യുന്നില്ല. അഭിനയത്തിൽ നിന്നും ചെറിയൊരു ഇടവേളയെടുത്തതാണ്. ഭാവിയിൽ ചെയ്തേക്കാം. വിവാഹം കഴിഞ്ഞ് വൈകാതെ കുഞ്ഞ് പിറന്നു. അതിനാലാണ് അഭിനയത്തിൽ നിന്നും വിട്ടുനിന്നതെന്ന് ശ്രീലയ പറഞ്ഞു. ചേച്ചിയുടെ എല്ലാ സീരിയലുകളും ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമുള്ള സീരിയലായിരുന്നു 3 മണി. തേനും വഴമ്പും 3 മണിയൊക്കെയാണ് ലയ ചെയ്തതിൽ ഹിറ്റായ സീരിയലുകൾ. അതുപോലെ സലീമേട്ടൻ സംവിധാനം ചെയ്ത കമ്പാർട്ട്മെന്റ് എന്ന സിനിമയിൽ നല്ലൊരു ക്യാരക്ടർ അവൾ ചെയ്തിട്ടുണ്ട്. മരിച്ചുപോയ നടൻ അബീക്കയായിരുന്നു ലയയുടെ ജോഡിയായി ആ സിനിമയിൽ അഭിനയിച്ചത്. നല്ലൊരു സിനിമയായിരുന്നു അത്. അവളെ കാണാൻ കിട്ടാത്തത് ബഹറിൻ ആയതുകൊണ്ടാണ്. ലയ അഭിനയിക്കുന്നതുകൊണ്ട് അവളുടെ ഭർത്താവിന് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല എന്ന് ശ്രുതിലക്ഷ്മി കൂട്ടിച്ചേർത്തു. അഭിനയത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെങ്കിലും തൻ്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയ വഴി നടി പങ്കിടാറുണ്ടായിരുന്നു. ആദ്യം സീരിയലുകൾ ചെയ്തു. അതുകഴിഞ്ഞ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പോയി. BSc നഴ്സിംഗ് പൂർത്തിയാക്കിയ ശേഷം വീണ്ടും വന്നു. അതിനുശേഷമാണ് സിനിമ ചെയ്തത്. പിന്നെ സീരിയലുകളായിരുന്നു കൂടുതലായി ചെയ്തത്. കൃഷ്ണകൃപാസാഗരമായിരുന്നു ആദ്യ സീരിയൽ. അതിനുശേഷം കുരുക്ഷേത്രയിലാണ് അഭിനയിച്ചത്.